ഹലോ, അസ്സലാമു അലൈക്കും. ഇത് പഴത്തിൻ്റെ തോട്, മുട്ടൻ്റെ തോട്, ഉള്ളി എന്ന് വെച്ചാൽ നമ്മൾ മുറിച്ചിട്ട് ഒഴിവാക്കിയ ഉള്ളികളുണ്ടാവുമല്ലോ. അപ്പോൾ മഴയത്ത് മുളച്ച ഉള്ളി ഉണ്ടാവും, നനഞ്ഞ ഉള്ളി ഉണ്ടാവും, അതെല്ലാം കൂടി ഇട്ട് അടിച്ചെടുത്തതാണ് ഇത്. കണ്ട, ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഇത് അടിക്കുന്നത് കാണിച്ചിട്ടില്ലല്ലോ. ഇത് കണ്ട, ഞാൻ കാണിക്കാൻ വിചാരിച്ചത് ഈ ഒരു കാരണത്താൽ. മിക്സീൻ്റെ ഉള്ളിൽ കണ്ട ക്ലീനായി, പുതിയ മിക്സി പോലെ അല്ലേ ജാറ്. ഇത് കണ്ട, ഇതേപോലെയുള്ള മിക്സി ആയത് ഇതുപോലെയായി. ഇനിയൊക്കെ നമുക്ക് ഈ മിക്സീനെയും ഇതുപോലെ ആക്കിയെടുക്കാം. അടിപൊളിയല്ലേ? വെള്ളം ചേർത്തിട്ട് നമ്മൾ ചെടിക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ലോണം പൂവും ഉണ്ടാവും, കായും ഉണ്ടാവും. ഞാൻ എൻ്റെ മുളകെല്ലൊന്ന് കാണിച്ചു തരാം. മുളകെല്ലാം ഒരുമാതിരി ബാദം പിടിച്ച പോലെ ആയിപ്പോയിക്കേന്. ഇപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തേരം 1-2 പ്രാവശ്യം ഞാൻ വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കണേ. ഇതിപ്പോൾ ഇത്രയല്ലേ ഉള്ളേ. ഇത് 2 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. മുട്ടൻ്റെ വേണ്ട നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്യുക. ഇതെന്ന് പഴത്തിൻ്റെ തോട്, നേന്ത്രപ്പഴത്തിൻ്റെ തോട്, എന്നിട്ട് എല്ലാം കൂടി അടിച്ചെടുത്താൽ മതി. മുട്ടൻ്റെ തോടും ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിത്തോടും പഴയ ഉള്ളിയാണ്. പിന്നെ പഴത്തിൻ്റെ തോട് ഇതാ മുറിച്ചെടുത്തത്. ഇതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. എന്നാൽ ചെടിക്ക് വളമായി, ചെടിക്കല്ല, പച്ചമുളക്, കറിവേപ്പില എല്ലാവർക്കും ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മളെ മിക്സിയും വൃത്തിയായി, ആരോടും പറയണ്ടേ. ഇതാ മക്കളെ, കണ്ടോ, നമ്മളെ മിക്സി കണ്ടോ. ഇതാ പോരെ, ഇത്ര വലുത്താ പോരെ അല്ലേ? സൂപ്പറായി. നമ്മൾ നേരത്തെ കാണിച്ചതാണ് ഇതാണ്. ഇതിലാണ് നമ്മൾ പൊടിക്കുകയും പിന്നെ ഞാൻ മുളകെല്ലാം അരക്കുക ഇതിലാണ്. ഇത് പിന്നെ നമ്മൾ തേങ്ങ അരക്കാനും അരി അരക്കാനും ഇത് ഉപയോഗിക്കും. കുറേയായി മിക്സി, ഇതുവരെ ഒന്നും കംപ്ലൈൻ്റ് ഒന്നും ആയിട്ടില്ല. ഇതാണ് നമ്മളെ മുളക്, തായോട്ടെല്ലാം ഉണ്ട്. ഇത് അടുത്ത മുളക് അങ്ങോട്ട് പോയി. നിറയെ മുളകുണ്ട്, മഴയായതുകൊണ്ടെല്ലാം ചാഞ്ഞു പോയത്. പിന്നെ ശംഖുപുഷ്പം കുറേ ഉണ്ട്, അതിൻ്റെ ഉള്ളിലെല്ലാം ഉണ്ട്. അത് അതിൻ്റെ ഉള്ളോട്ടെല്ലാം ഉണ്ട്, മഴയായിട്ടെല്ലാം ചീഞ്ഞു പോകുന്നു.